ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കുറുമയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് മുട്ടക്കുറുമ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കുറുമയാണ്. അപ്പോൾ മുട്ടക്കുറുമയ്ക്ക് ആവശ്യമുള്ള മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് 3 മുട്ട. പിന്നെ അതിന് റോ സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ബേ ലീഫ്, ഒരു പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഈ പ്ലേറ്റിൽ ഇതിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം അരയ്ക്കാനുള്ളതാണ്. ഓക്കെ, ഇതിൽ അരയ്ക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂനട്ട് ഒരു 5-6 കുതിർത്തിട്ട് എടുത്ത് വെച്ചതാണ്, ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചതാണ്. കുതിർത്താൽ കുറച്ചും കൂടി എളുപ്പം അരച്ച് കിട്ടും. 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ പീസ് ഒരു അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കുറച്ച് മല്ലിയുടെ കുരു, കുറച്ച് പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വഴറ്റാനുള്ളതാണ്. ഒരു ചെറിയ സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ഒരു ലേശം വലിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം ആണ്. അതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ, ക്യാപ്സിക്കത്തിൻ്റെ ഒരു തനതായ ടേസ്റ്റ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ചെന്ന് പറഞ്ഞാൽ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഞാൻ അരയ്ക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇതൊരു കുറുമ ആയതുകൊണ്ടാണ് നമ്മളിതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല, കാരണം അതിനൊരു പച്ച കളർ പോലത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പച്ച കളർ എക്സാക്റ്റ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു ലേശം കളറിന് ഡിഫറൻസ് വരും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് രുചികരമായ കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ 3 വയസ്സുള്ള മോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ശബ്ദങ്ങൾ ഉണ്ടാക്കും, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, അതൊക്കെ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ്, നമ്മൾ കുറച്ച് റോ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മളതിടാൻ പോവുകയാണ്. ഒരു ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട. ഓക്കെ, ഇത് ഇത്രയും കൂടി ഇതിനകത്തിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സവോള ഇടാം. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് സവോള ഇടാം. ഓക്കെ, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇടാം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്, ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മിക്സ് ഉണ്ട്, അതിനെ നമുക്ക് നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ സമയം കൊണ്ടൊന്ന് വഴലട്ടെ. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഈ മിക്സറിനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. നമുക്ക് ബാക്കിയുള്ളത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഉള്ളി വഴറ്റിയതിന് ശേഷം തക്കാളി, ക്യാപ്സിക്കം അതെല്ലാം ഇട്ടിട്ട് ബാക്കി നമുക്ക് ഈ മിക്സർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കത്തിനെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ക്യാപ്സിക്കം ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് കുക്കായതിന് ശേഷം
നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സിയിലെ കണ്ടൻറ്റിനെ, നമ്മുടെ മിക്സറിനെ പേസ്റ്റിനെ നമുക്ക് നമ്മളുടെ ഈ ഗ്രേവിയിലോട്ടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്, എളുപ്പം കുക്കായി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലായിരുന്നോ മിക്സർ, ആ മിക്സറിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് മിക്സിയിൽ ബാക്കിയുള്ളതിനെ കഴുകി ഇറക്കി കൊടുക്കാം. നേരത്തെ പറഞ്ഞില്ല, നമ്മളുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഈ പച്ചമുളകും കുറച്ച് എന്താ പറയുക, നമ്മുടെ മല്ലിയിലയൊക്കെ ഇട്ടതുകൊണ്ട് ഈ കറിക്ക് ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ശകലം കുരുമുളക് പൊടിച്ചത് ചേർക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് മുളക് പൊടി, അതായത് കുറച്ച് എരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി അതല്ല മുളക് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയും സവോളയും വഴറ്റുന്ന സമയത്ത് തന്നെ ആ കൂട്ടത്തിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ജസ്റ്റ് പച്ചമുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ അരപ്പ്, നമ്മളിപ്പോൾ ഒഴിച്ച അരപ്പ് ഒന്ന് കുക്കാവണം. ഓക്കെ, ഞാനപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിടുകയാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ആറിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. കണ്ടമാനം തണുത്ത വെള്ളമാണ് എടുത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കറിയുടെ ഒരു ഫോം തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചിട്ട് ആ അരപ്പ് എല്ലാമായിട്ടൊന്ന് മിക്സ് ആവാനുള്ളൊരു സമയം കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മുട്ടയിട്ട് നോക്കാം. പിന്നെ അതിന് മുമ്പേ ആയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഉപ്പിനകത്ത് ഇടാം. നോക്കിയിട്ട് മാത്രം ഉപ്പിടുക, കാരണം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ കുറഞ്ഞാലും നമുക്ക് ലാസ്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മളുടെ ഈ കറി തിളച്ചു തുടങ്ങി, അതിൻ്റെ അരപ്പൊക്കെ പച്ചമണം മാറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ മുട്ട ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുട്ടയ്ക്ക് ഇങ്ങനെ ഓരോ കട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ അകത്തേക്ക് അതിൻ്റെ ഒരു മസാല ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് അത് ഉപകാരം ചെയ്യും. മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഇളക്കരുത്, കാരണം നമ്മൾ കട്ട് ചെയ്തും കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് എന്താ പറയുക, വിണ്ട് വരും. സോ നമ്മളത് ഇട്ടിട്ട് ചെറുതായിട്ടേ പയ്യെ ഇളക്കാൻ പാടുള്ളൂ. ഉപ്പ് ഞാൻ നോക്കിയിരുന്നു, ഒരു നുള്ളു ഉപ്പിൻ്റെയും കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കറിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തേക്ക് കുറച്ച് കയറട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പം നമ്മുടെ ചിക്കനോ മട്ടനോ ഒക്കെ പോലെ അങ്ങനെ ഒരു ഇത് എന്താ പറയുക, ഇതിന് മുട്ടക്കറിക്കകത്ത് അങ്ങനെ വേറൊരു ഫ്ലേവർ ഇറങ്ങാനില്ല. സോ മുട്ടയ്ക്ക് അകത്തേക്ക് നമുക്ക് എന്താ പറയുക, മുട്ടയ്ക്കകത്തേക്ക് നമ്മുടെ മസാല കയറാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്കിനി ഇതത് കഴിഞ്ഞിട്ട് വാങ്ങാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങിയെടുക്കാം. മുട്ട അതിൽ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനെ ഞാനങ്ങ് ഓഫ് ചെയ്തിട്ട്, ഫ്ലെയിമിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ കറി വളരെ സിമ്പിളാണ്. ഞാനിത് കോക്കനട്ട് ഓയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ളൊരു കറിയാണിത്. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയേണ്ടതാണ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നാളെ ഒരു എളുപ്പമുള്ളൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. കുട്ടികൾക്ക്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പി ആയിരിക്കും നാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി. ലൈക്ക്